എറണാകുളം കളക്ടറേറ്റിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. KCB അധികൃതർ എത്തിയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. കളക്ടർ KCB അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് നടപടി. എല്ലാത്തിലും സപ്ലൈ ഓക്കെ ആക്കി. എത്രയാണ് ഇന്നലെ കട്ട് ചെയ്തിരുന്നത്? ഇന്നലെ 13 എണ്ണം കട്ട് ചെയ്തിരുന്നു. 13 ഇപ്പൊ സപ്ലൈ ഓക്കെ ആക്കി. മുഴുവൻ പേയ്മെന്റും അടയ്ക്കാൻ കളക്ടറുമായിട്ടുള്ള ഇതിൽ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും മുഴുവൻ ഫ്യൂസും ഇപ്പോ ഓണാക്കിയിട്ടുണ്ട്. മുഴുവൻ ഫ്യൂസ് ഇപ്പോൾ ഓണാക്കിയത്. അല്ലെങ്കിൽ കുടിശ്ശിക പൂർണ്ണമായി അടച്ചതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിർദ്ദേശത്തിന്റെ പ്രകാരമാണ് ഇപ്പോൾ. വിവരങ്ങളുമായി രാഗിൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഗിൻ. ഈ നേരത്തെ കഴിഞ്ഞ ദിവസം കുറേ ഓഫീസുകളൊക്കെയും ഇതുപോലെ പ്രശ്നത്തിലായിപ്പോയല്ലോ. അപ്പോൾ കളക്ടറുടെ അഭ്യർത്ഥന മാനിച്ച് കുറച്ച് ദിവസം കൂടി നീട്ടിക്കൊടുത്തുകൊണ്ട് ഇപ്പോൾ വീണ്ടും വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി തന്നെ ആയിരിക്കുമോ ഇങ്ങനൊരു പണം അടയ്ക്കാത്തതിനൊക്കെ കാരണം? തീർച്ചയായും സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ടാണ് പണം അടയ്ക്കാതെ വന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. ഇന്നലെയൊക്കെ തന്നെ ഇവിടെ ഇരുട്ടുകുത്തി കിടക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഓഫീസ് ഓഫ് ദ ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ. ഇവിടെ മൊബൈൽ വെളിച്ചത്തിലൊക്കെയാണ് പലരും ജോലി ചെയ്തിരുന്നത്. എന്തായാലും ഇന്ന് ഉദ്യോഗസ്ഥർക്ക് ആശ്വസിക്കാം. ഇപ്പോൾ ലൈറ്റൊക്കെ ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ കൂടുതലായി എത്തുന്നേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ ഇവിടുത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഇന്ന് 13 കണക്ഷനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആകെ 15 കണക്ഷനാണ് കട്ട് ചെയ്തത്. 15 കണക്ഷൻ കട്ട് ചെയ്തപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് 34 ഓഫീസുകളെയാണ് ബാധിച്ചത്. കാരണം 40 വർഷം പഴക്കമുള്ള വയറിംഗ് ആണ്. അങ്ങനെ ഒരു ഓഫീസിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഓഫീസിൽ കൂടി ബാധിക്കുന്ന നിലയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇതിനുശേഷം വലിയ വിവാദമായ വിഷയം. കാരണം അസാധാരണമായിട്ടൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. കളക്ടറേറ്റിലെ ഈ സേവനങ്ങളടക്കം തടസ്സപ്പെടുന്ന ഒരു നിലയുണ്ടായി. മാത്രമല്ല വലിയ തോതിൽ തന്നെ പ്രതിപക്ഷ ജീവനക്കാരടക്കം അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകളിൽപ്പെട്ട ജീവനക്കാരടക്കം ഈ വിഷയം ഉയർത്തി. അതിനുശേഷം കളക്ടർ ഉൾപ്പെടെ KCB അധികൃതരുമായി സംസാരിച്ചു. ഏകദേശം ഒരു 52 ലക്ഷത്തിലധികം രൂപയുടെ കുടിശ്ശികയാണ് ഉള്ളത്. കഴിഞ്ഞ 5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന കുടിശ്ശികയാണത്. അത് മാർച്ച് 31-നകം നൽകാം എന്നതാണ് ഇപ്പോൾ കളക്ടർ ഒരു കത്ത് KCB അധികൃതർക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ അതിൽ അതാത് വകുപ്പുകളാണ് അതിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. എന്തായാലും ആ ഉറപ്പിന്മേൽ ഇപ്പോൾ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. അതിപ്പോൾ പൂർണ്ണമായും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞ ദിവസം ഇത് വലിയ വിവാദമായതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തര നടപടി ഉണ്ടായത്. പക്ഷേ ഇപ്പോഴും ഈ 31-നകം കൊടുത്ത് തീർത്തില്ലെങ്കിൽ അത് വീണ്ടും ഒരു കട്ട് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാം. എന്തായാലും ഇപ്പോൾ ഇന്നലെ തന്നെ 2 വകുപ്പുകളുടെ വൈദ്യുതി കണക്ഷൻ നൽകിയിരുന്നു. ഇന്ന് മറ്റ് 13 വകുപ്പുകൾ കൂടി നൽകിയിരിക്കുകയാണ്. KCB ഉദ്യോഗസ്ഥർ രാവിലെ എത്തി കണക്ഷൻ നൽകുകയായിരുന്നു 9 മണിക്ക്. ഇന്ന് ഉദ്യോഗസ്ഥർക്ക് ഫാനിന്റെ കീഴിൽ അല്ലെങ്കിൽ കനത്ത ചൂടാണ്. ഇന്നലെ ഈ ഫാനൊന്നും കറങ്ങാത്ത വന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സിസ്റ്റം ബാക്കപ്പ് UPS ബാക്കപ്പ് ഒക്കെ വെച്ചാണ് ഓടിച്ചത്. എന്തായാലും ഇപ്പോൾ ഇന്ന് ആ പ്രശ്നം ഉണ്ടാകില്ല. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ വലിയ വ്യാപ്തിയാണ് ഈ വിഷയത്തിലൂടെ വ്യക്തമാകുന്നത്. സാധാരണ ചില ഇളവുകളൊക്കെ KCB കൊടുക്കാറുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം അത് ഉണ്ടായിരുന്നില്ല.